إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള ആദരവുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക എന്ന ഉന്നതമായ ഒരു ദറജയെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിലേക്ക് നമ്മെ നയിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നുകളിലൊന്ന് അള്ളാഹുവിനെ നാം കണ്ടുമുട്ടും എന്ന വിശ്വാസമാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അത്യുന്നതനും മഹാനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണുക എന്നത് അത് നമ്മുടെ അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് മദീനയുടെ ഒരു തുറന്ന സ്ഥലത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഫഅതാഹു ജിബ്രീലു ഫഖാൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് ഈമാൻ, എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബി വ ബിലിഖാഇഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും വബിലിഖാഇഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നതിലും വിശ്വസിക്കലാണ്. വറുസുലിഹി വതുഅ്മിന ബിൽ ബഅസ്, അതേപോലെ തന്നെ റസൂലുകളിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കലാണ്. അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ മരണാനന്തര ജീവിതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു മേഖലയാണ് വബിലിഖാഇഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന വിശ്വാസം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദു, അല്ലാഹുവേ സർവസ്തുതികളും നിനക്കാണ്, അൻതൽ ഹഖ്ഖു, നീ സത്യമാണ്, വവഅദുകൽ ഹഖ്ഖു, നിന്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണ്, വലിഖാഉക ഹഖ്ഖുൻ, അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടും എന്നതും സത്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത്, അള്ളാഹുവിനെ കാണും എന്നുള്ളത് സത്യമായ നമ്മുടെ ഈമാനിൻ്റെ സുപ്രധാനമായ ഒരു മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുന്ന ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് നളറ ഇലൽ ഖമരി ലൈലത്തൽ ബദർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആകാശത്തിലേക്ക് നോക്കി. 14-ാം രാവിലെ ചന്ദ്രനുള്ള ദിവസമായിരുന്നു അന്ന്. ചന്ദ്രൻ നന്നായി തിളങ്ങി എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദാ ലാ തുളാമൂന ഫീ റുഅയതി. അറിയുക, നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിനെ ഈ 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ ആകാശത്ത് എത്ര വ്യക്തമായി നാം കാണുന്നുവോ അതേപോലെ ഖിയാമത്ത് നാളിൽ സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് അതല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കി നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും. ലാ തുളാമൂന ഫീ റുഅയതിഹി. അവനെ കാണുന്നതിൽ നിങ്ങൾക്കാർക്കും ഒരു പ്രയാസവും നേരിടുകയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചന്ദ്രനെ ഒരേപോലെ കാണാൻ സാധിക്കും. ഏത് നാട്ടിലുള്ളവർക്കും തിക്കും തിരക്കും കൂട്ടേണ്ടതില്ല. എനിക്ക് കാണുന്നില്ല എന്നൊരാൾ പറയേണ്ടെന്ന് ആവശ്യമുണ്ടാവുകയില്ല. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉന്നതങ്ങളിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ ഒരു വിഷമവുമില്ലാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. മനുഷ്യരെ, നിങ്ങൾ ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. വതദറൂനൽ ആഖിറ. മരണാനന്തര ജീവിതത്തെ നിങ്ങൾ അവഗണിക്കുകയാണ്. എന്നാൽ അറിയുക, അന്ന് വുജൂഹുൻ യൗമഇദിൻ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രകാശപൂരിതമായിരിക്കും, പ്രസന്നമായിരിക്കും, ചന്ദ്രനെപ്പോലെ തിളങ്ങുന്നതായിരിക്കും. എന്താ കാര്യം? ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ രക്ഷിതാവിനെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നോക്കുന്ന വിശ്വാസികളുടെ മുഖങ്ങൾ അന്ന് പ്രകാശപൂരിതമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ സത്യനിഷേധികളായ ആളുകൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അന്നേ ദിവസം സത്യനിഷേധികൾ അള്ളാഹുവിനെ കാണാൻ കഴിയാതെ തടയപ്പെടുന്നവരാകുന്നു. അവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. എന്നാൽ വിശ്വാസികളായ തൗഹീദുള്ള മുവഹിദുകളായ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു പ്രയാസവുമില്ലാതെ കാണാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഇപ്രകാരം പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമ്മെ ആവർത്തിച്ചു പഠിപ്പിക്കുന്ന വിഷയമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള വിഷയം. അത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല, ഒരാൾക്ക് ഏതൊന്നിനോട് എത്രമാത്രം ഇഷ്ടം വർദ്ധിക്കുന്നുവോ അത്രമാത്രം അതിനെ കാണുവാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുവാൻ മനുഷ്യൻ ആഗ്രഹം പ്രകടിപ്പിക്കും. നമ്മുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, നമ്മുടെ ഇഷ്ടം യഥാർത്ഥമാണെങ്കിൽ, നാം ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കാണാൻ നാം ആഗ്രഹിക്കും. എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം എന്നത് അള്ളാഹുവിനെ ഒന്ന് കാണുക എന്നതാണ്. എന്താണ് കാരണം? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വാസികൾ അവർക്ക് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതികഠിനമായ സ്നേഹമാണ് അള്ളാഹുവിനോട്. അതുകൊണ്ട് തന്നെ മറ്റാരെയും കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ടാകണം. ആ ആഗ്രഹത്തിൻ്റെ തോത് നമ്മുടെ ഈമാനിനെ അളക്കാനുള്ള ഉപകരണമാണ് എന്ന് ഉലമാക്കൾ പറയുന്നു. ഈ ആയത്തിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം എത്ര കണ്ടുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഈമാനിൽ വർധനവുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ലയോ എങ്കിൽ നമ്മളുടെ ഈമാനിൽ അങ്ങേയറ്റത്തെ കുറവുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വാഖറബ, എന്തൊരു സങ്കടം, എന്തൊരു ദുഃഖം, ഞങ്ങളുടെ ഭർത്താവ് മരണപ്പെടുകയാണല്ലോ, ആ നിലക്ക് അവർ സങ്കടപ്പെട്ട് കരയുകയുണ്ടായി. ആ സമയത്ത് ഫഖാല ലഹാ ബിലാലുൻ, ബിലാൽ റളിയല്ലാഹു അൻഹു ആ സമയത്ത് തിരിച്ചു പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത്, ബൽ വാ ഫഹറ, എന്തൊരു സന്തോഷമാണ് ഇന്നെനിക്ക്. എന്താണ് കാരണം? ഗദൻ അൽഖൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബഹു, നാളെ ഞാൻ മുഹമ്മദ് നബിയെ കാണും, നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണും, അബൂബക്കറിനെ കാണും, ഉമറിനെ കാണും, ഉസ്മാനിനെ കാണും, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണും, സ്വഹാബത്തിനെ മുഴുവൻ കാണും. അതുകൊണ്ട് മഹാന്മാരായ ആ സ്വഹാബികളെയും മുഹമ്മദ് നബിയെയും കാണാൻ വേണ്ടിയുള്ള യാത്രയാണത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് സങ്കടമില്ല, സന്തോഷമാണ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് കാരണം? ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണുക എന്ന ആ ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. അപ്പോൾ പിന്നെ മനുഷ്യരോടുള്ള സ്നേഹം ഇത്രയാണെങ്കിൽ അവരെ കണ്ടുമുട്ടുക എന്ന ചിന്ത പോലും നമ്മെ മരണസന്ദർഭത്തിൽ സന്തോഷിപ്പിക്കുമെങ്കിൽ
റഹ്മാനായ റബ്ബിനെ കാണാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് മരണം എന്നത് എത്രമാത്രം സന്തോഷകരമായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്നൊരു പ്രാർത്ഥന ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ അസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, അല്ലാഹുവേ മരണശേഷമുള്ള തണുപ്പുള്ള ഒരു ജീവിതം അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. വലദ്ദതൻ നളരി ഇലാ വജ്ഹിക്, നിന്റെ മുഖത്തേക്ക് നോക്കിക്കാണുന്ന ആനന്ദകരമായ ആ ഒരവസ്ഥ. ലദ്ദത്തുൻ നളർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന, ഒരു വിശ്വാസി അനുഭവിക്കുന്ന ആത്മീയമായ അനുഭൂതിയുടെ സന്തോഷത്തിൻ്റെ ആ ഒരവസ്ഥക്കാണത് പറയുന്നത്. അത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല. അത്യുന്നതനായ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഈമാനികമായ ആഹ്ലാദമെന്നത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വലദ്ദതൻ നളരി ഇലാ വജ്ഹിക്, അള്ളാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദം, അതുല്യമായ ആനന്ദം, ആ ആനന്ദം നീ എനിക്ക് നൽകണം. മാത്രമല്ല വശൗഖ ഇലാ ലിഖാഇക്, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കേണ്ട ഭാഗമാണ്. അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള ഷൗഖ്, ആ ഒരു ആഗ്രഹം, ആ ഒരു ഇഷ്ടം അതെൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇട്ടുതരണമേ. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയായി ഉണ്ടാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ ഈമാനിൻ്റെ പോരായ്മയാണ്. അതുകൊണ്ട് റബ്ബിനോട് തേടണം, അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇട്ടുതരണം. അതോടൊപ്പം നിന്നെ കാണുമ്പോൾ അനുഭവിക്കുന്ന ആ മഹനീയമായ ആനന്ദവും നീ എനിക്ക് നൽകണമേ എന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആ ആഗ്രഹം അതുണ്ടാകുമ്പോൾ മരണചിന്തയും അതേപോലെയുള്ള അവസ്ഥകളുമൊക്കെ അവർക്ക് ലളിതമായി തോന്നുന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അള്ളാഹുവിനെ കാണാൻ ആരാണോ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ ആർക്കാണോ വെറുപ്പുള്ളത്, കരിഹല്ലാഹു ലിഖാഅഹു, അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വൽ മൗതു ഖബ്ല ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് മരണം എന്ന് പറഞ്ഞാൽ, മരണമെന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണ്, അള്ളാഹുവിനെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ആർക്കാണതിൽ സന്തോഷമില്ലാത്തത്? വിദേശത്തുള്ള ഒരാൾ നാട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള സന്തോഷം അയാളുടെ മനസ്സിൽ എത്രയാണ്? നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി നാം പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം എത്രയാണ്? എങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിനെ കാണാൻ പോകുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് പ്രയാസകരമായ ഒരു കാര്യമേയല്ല, റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള യാത്രയാണ് എന്ന തിരിച്ചറിവ് ഏത് ദുഃഖങ്ങളെയും, ഏത് സങ്കടങ്ങളെയും, ഏത് വിഷമങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവരെ കാണാൻ അല്ലാഹു ആഗ്രഹിക്കും. അല്ലാഹുവിനെ കാണുന്നതിന് ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവും വെറുപ്പ് കാണിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങളെല്ലാവരും മരണത്തെ വെറുക്കുന്നുണ്ടല്ലോ. കാരണം മരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാഭാവികമായ പ്രകൃതിയിൽ അവന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് മനുഷ്യനിലുള്ളതാണ്, അതൊരു പ്രശ്നമല്ല. ലൈസ ദാലിക കറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ല. പിന്നെയോ വലാകിന്നൽ മുഅ്മിന, ഒരു വിശ്വാസി, ഇദാ ഹുദിറ ജാഅഹുൽ ബശീറു മിനല്ലാഹ്, മരണമാസന്നമാകുന്ന സമയത്ത് ഒരു മുഅ്മിനിൻ്റെ അടുക്കൽ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മലക്ക് വരുന്നതാണ്. ആ മലക്ക് വന്നുകൊണ്ട് പറയും, ബിമാഹു വസായിറുൻ അലൈ, എങ്ങോട്ടാണ് യാത്ര എന്ന് ആ മലക്ക് വിശദീകരിച്ചു കൊടുക്കും. മരണമാസന്നമാകുന്ന സന്ദർഭത്തിൽ സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട, നിനക്ക് ലഭിക്കാൻ പോകുന്ന സുഖാനുഗ്രഹങ്ങൾ ഇന്നതാകുന്നു എന്ന് ആ മലക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. ആ സമയത്ത് ഫലൈസ ഷൈഉൻ അഹബ്ബ ഇലൈഹി മിൻ അൻ യകൂന ഖദ് ലഖിയല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ മതി എന്ന ആഗ്രഹത്തേക്കാൾ പിന്നെ ആ മുഅ്മിനിന് മറ്റൊരു ആഗ്രഹവും ഉണ്ടാവുകയില്ല എന്നാണ്. ചുറ്റിലും മക്കൾ കരയുന്നുണ്ടാകാം,
ഇണകൾ കരയുന്നുണ്ടാകാം, മാതാപിതാക്കൾ കരയുന്നുണ്ടാകാം, നേതാക്കൾ ചുറ്റിലുമുണ്ടാകാം, അനുയായികളുണ്ടാകാം, സമ്പത്ത് കാണുന്നുണ്ടാകാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ മരണമാസന്നമാകുന്ന ഒരു മുഅ്മിനിന് അതൊന്നും ഒരു പ്രശ്നമല്ല. അള്ളാഹുവിനെ കണ്ടാൽ മതി, അതിനപ്പുറത്ത് മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസികൾ എത്തുമെന്നാണ്. അവിശ്വാസികളാണെങ്കിൽ നേരെ തിരിച്ചും അവർ പറയും, ഒരിക്കലും അള്ളാഹുവിനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്നാണ് അവർ പറയുക. കാരണം ദുഃഖത്തിൻ്റെ വാർത്ത അറിയിക്കുന്ന ഒരു മലക്ക് വന്നിട്ട് പറയുന്നത് നീ അനുഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ കാണരുതേ എന്ന് ഒരു അവിശ്വാസി പറയുമ്പോൾ വിശ്വാസി ആഗ്രഹിക്കുന്നത് അള്ളാഹുവിനെ ഒന്ന് കാണണം, അതിനപ്പുറത്തുള്ള ഒരു ആഗ്രഹവും മരണമാസന്നമാകുന്ന സമയത്ത് ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇവിടെ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുത്തുവാക്കുകൾ, നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും നാം കാര്യമാക്കേണ്ടതില്ല. അതിനെല്ലാം അപ്പുറത്ത് നമ്മെ കാത്തു നിൽക്കുന്നത് സന്തോഷകരമായ ചില കാര്യങ്ങളാണ്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം. മാ അസ്ബഹ ഫീ ഹാദിഹിൽ ഖറയതി മിൻ മുഅ്മിനിൻ ഇല്ലാ വഖദ് അസ്ബഹ മഹ്മൂമൻ മഹ്സൂന. ഈ പ്രഭാതത്തിൽ ഏതൊരു മുസ്ലിം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടോ, ഏതെങ്കിലും നിലക്കുള്ള സങ്കടങ്ങളും ഉത്കണ്ഠകളും ആവലാദികളും അവർക്കുണ്ടാകും. എന്തെങ്കിലും നിലക്കുള്ള പരീക്ഷണങ്ങൾ സമൂഹത്തിൽ നിന്ന്, ഇതര വിശ്വാസികളിൽ നിന്ന്, സ്വന്തം സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എല്ലാം എന്തെങ്കിലും ഒരു പരീക്ഷണമില്ലാതെ ഒരാളും പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് ഫഫിറൂ ഇലാ റബ്ബിക്കും വഫ്സഉ ഇലൈഹി, എല്ലാവരും അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. കാരണം ഫഇന്നഹു ലൈസ ലിമുഅ്മിനിൻ റാഹത്തുൻ ദൂന ലിഖാഇ, ഒരു മുഅ്മിനിന് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴല്ലാതെ അതല്ലാത്ത വേറൊരു റാഹത്തില്ല. യഥാർത്ഥ റാഹത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അതാണ് യഥാർത്ഥ റാഹത്ത്. ആ റാഹത്തിന് വേണ്ടി അധ്വാനിക്കുക. അതിനപ്പുറത്ത് പരീക്ഷണങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, യാതൊരു സംശയവും വേണ്ടതില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിൽ, ആ അൻകബൂത്തിലുള്ള ആയത്തിൻ്റെ ആശയമാണ് യഥാർത്ഥത്തിൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യരെ, നിങ്ങളൊക്കെ ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടാതെ വെറുതെ വിടുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ മുഅ്മിനുകളാണോ? പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ വിശ്വാസിയാണ്, എന്നാൽ പിന്നെ എൻ്റെ കാര്യം അള്ളാഹു ഏറ്റെടുത്തോളും, ഇനി എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്നൊരവസ്ഥയില്ല. നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്? നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാണോ? നിരന്തരമായ പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാകും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണത്? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണോ അല്ലേ? നിങ്ങളുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണത്. ആരാണ് കളവ് പറയുന്നത്, ആരാണ് സത്യം പറയുന്നത്, ആരാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് കപടൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള നിരന്തര പരീക്ഷണം ജീവിതത്തിലുണ്ടാകും. അമ ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന സഅ മാ യഹ്കുമൂൻ. അതേ സമയത്ത് അധർമ്മം ചെയ്യുന്ന, തിന്മകൾ ചെയ്യുന്ന, വിശ്വാസികളെ ഉപദ്രവിക്കുന്ന, അവരെ ശിക്ഷിക്കുന്ന, അവരെ പരീക്ഷിക്കുന്ന, അവരെ നാട് കടത്തുന്ന, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ അള്ളാഹുവിനെ അങ്ങ് മറികടന്ന് കളയുമെന്ന്? വിശ്വാസികളെ മുച്ചൂടും നശിപ്പിച്ച് എന്നും നിങ്ങൾ വിജയികളായി തീരുമെന്ന്? ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട. സഅ മാ യഹ്കുമൂൻ, അത് നിങ്ങളുടെ വ്യാമോഹമാണ്, നിങ്ങളുടെ പൂതിയാണ്. മൻ കാന യർജൂ ലിഖാ അല്ലാഹ്, എന്നാൽ ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നത്, ഫഇന്ന അജലല്ലാഹി ലആതിൻ, ആ അവധി ഇതാ വരികയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു, ഹാദാ തഅസിയത്തുൽ ലിൽ മുഷ്താഖീന വ തസ്ലിയത്തുൻ ലഹും, ഐ ഇന്നി അഅലമു അന്ന മൻ കാന യർജൂ ലിഖാഇ ഫഹുവ മുഷ്താഖുൻ ഇലൈ فقد أجلت له أجلا يكون عن قريب فإنه آت لا محالة وكل آت قريب. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നൊരു ദിവസത്തെ ഓർത്ത് നിങ്ങൾ റാഹത്താവുക. അതല്ലാത്തൊരു റാഹത്ത് വേറെയില്ല. മരണത്തിന് മുമ്പൊരു റാഹത്തില്ല. മരണാനന്തരമാണ് വിശ്വാസികൾക്ക് സമാധാനമുണ്ടാകുന്നത്, റാഹത്തുണ്ടാകുന്നത്, സ്വസ്ഥതയുണ്ടാകുന്നത്. എന്നാൽ ആ അജല് അതിവിദൂരമല്ല. ഫഇന്ന അജലല്ലാഹി ലആത്, അത് വരിക തന്നെ ചെയ്യും. സമീപത്താണ് നിങ്ങളുടെ മരണം. അതാലോചിച്ചുകൊണ്ട് നിങ്ങൾ ആശ്വാസം കൊള്ളുക. പരീക്ഷണങ്ങളിൽ ഒരിക്കലും പ്രയാസപ്പെടരുത് എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വല്ലാതെ പ്രയാസപ്പെടാനോ ആവലാതിപ്പെടാനോ പാടില്ലാത്തതാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ നല്ല മുഹൂർത്തത്തെ ആലോചിച്ച് അവർ സന്തോഷവാന്മാരായി തീരേണ്ടതുണ്ട്. മാത്രമല്ല, ജീവിത സൗകര്യങ്ങൾ കൂടുന്ന സന്ദർഭത്തിലും നാം ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ചാണ്. ജീവിത വിഭവങ്ങൾ കൂടുമ്പോൾ അതൊരു പക്ഷേ നമ്മെ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെ കൂടി കാണാം: വലദ്ദത്തൻ നളരി ഇലാ വജ്ഹിക്, അള്ളാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആനന്ദം നീ എനിക്ക് നൽകണം. വശൗഖൻ ഇലാ ലിഖായിക്, നിന്നെ കണ്ടുമുട്ടാനുള്ള കൊതി എൻ്റെ മനസ്സിൽ നീ എനിക്ക് ഇട്ടുതരണം. ഫീ ഗൈരി ദർറാഅ മുദിറ വലാ ഫിത്നത്തിൻ മുദില്ല, അള്ളാഹുവേ ദുനിയാവിൻ്റെ ഉപദ്രവങ്ങളിലൊന്നും നീ എന്നെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ, ദീനിലും ഞാൻ തെറ്റിപ്പോവരുതേ റബ്ബേ. ആയുസ് നീളുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നമ്മൾ ഫിത്നയിൽ അകപ്പെട്ടേക്കാം. ഇന്നലെ വരെയുള്ള വിശ്വാസം മാറ്റിവെച്ചേക്കാം. ഇന്നലെ വരെ നമസ്കരിക്കുന്നവൻ ഇന്ന് നമസ്കരിക്കാത്തവനായേക്കാം. ഇന്നലെ വരെ തൗഹീദുള്ളവൻ ഇന്ന് തൗഹീദ് ഉപേക്ഷിക്കുന്നവനായേക്കാം. ഇന്നലെ വരെ മുസ്ലിമായവൻ ഇന്ന് ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നവനായേക്കാം. അതുകൊണ്ട് അല്ലാഹുവേ, അങ്ങനെയുള്ള ഫിത്നകൾ വന്ന് ഭവിക്കുന്നതിന് മുമ്പ് നാഥാ നിന്നെ കാണാനുള്ള സൗകര്യം നീ എനിക്ക് നൽകണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത്. നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കിണറ്റിലെറിയപ്പെട്ടു. അപ്പോൾ അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ജയിലിലടക്കപ്പെട്ടു, അപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഈജിപ്തിൻ്റെ ഭരണാധികാരത്തിൻ്റെ വലിയൊരു ഭാഗം ലഭിക്കുകയും ഒട്ടനവധി നിഅമത്തുകൾ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്തപ്പോഴാണ് എന്ത് പ്രാർത്ഥിക്കുന്നത്? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ, കാരണം നീ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ നൽകി. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വ അല്ലംതനി മിൻ തഅവീലിൽ ഹദീസ്, രാജാധിപത്യം നൽകി, സൗകര്യങ്ങൾ നൽകി, അതേപോലെ തന്നെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി, നുബുവത്ത് നൽകി, എല്ലാം നൽകി. റഹ്മാനായ റബ്ബേ തവഫനി മുസ്ലിമ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. അതിനുശേഷം പിന്നീട് മദീനയിലും. എന്നാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മെല്ലെ മെല്ലെ വിജയങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഹുദൈബിയ സന്ധി, അതേപോലെ തന്നെ ഫത്ഹു മക്ക, പിന്നീട് പരിസര പ്രദേശങ്ങളിലുള്ള ശത്രുക്കളെല്ലാം തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അടങ്ങുന്നൊരവസ്ഥയുണ്ടായി. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാഴ്ച. ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഖുത്ബ നടത്തുന്നത്. എന്താണ് ഖുത്ബയിലെ ഭാഗം? ഇന്ന റജുലൻ ഖയ്യറഹു റബ്ബുഹു അസ്സ വജല്ല ബൈന അൻ യഈശ ഫിദ്ദുനിയ മാ ശാഅ അൻ യഈശ ഫീഹാ യഅകുലു മിനദ് ദുനിയ മാ ശാഅ അൻ യഅകുല മിൻഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് 2 ഓപ്ഷൻ കൊടുത്തിട്ട് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ? ഈ ദുനിയാവിൽ ലോകാവസാനം വരെ ജീവിക്കാം, അതേപോലെ ദുനിയാവിലെ ഏറ്റവും മുന്തിയ വിഭവങ്ങളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ആയുസ് തരാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? വബൈന ലിഖാഇ റബ്ബിഹി അസ്സ വജൽ, രണ്ടാമത്തത് അള്ളാഹുവിനെ വേഗം കണ്ടുമുട്ടാം. ഇതിലേതാണ് വേണ്ടത്? ഫഖ്താറ ലിഖാഅ റബ്ബിഹി, എന്നാൽ ആ അടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഖിയാമത്ത് നാൾ വരെ മുഴുവൻ വിഭവങ്ങളും ആസ്വദിച്ച് ഇവിടെ ജീവിക്കാം. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്ത ഒരു ഇഖ്തിയാറാണ്. രണ്ടാമത്തത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് പോകാം. ഏത് വേണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ തിരഞ്ഞെടുത്തു എന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ തിരഞ്ഞെടുത്തു. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ വലിയ ഖൈറായ മഹത്വമേറിയ വേറെ ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിലേക്കുള്ള യാത്രയാണ്. അതിനിടയ്ക്ക് ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകാം. ക്ഷമിക്കുക, സഹിക്കുക, വളരെ വലിയ അനുഗ്രഹങ്ങളാണ് കാത്തു നിൽക്കുന്നത്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമേറിയ മുഹൂർത്തം എന്നത് സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നത് തന്നെയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന നൂദു യാ അഹ്ലൽ ജന്ന
ഇന്നലക്കും മൗഇദൻ ഇൻദല്ലാഹി മൗഇദൻ ലം തറൗഹു. സ്വർഗാവകാശികളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, സ്വർഗത്തിൻ്റെ ആളുകളെ, നിങ്ങൾ ഇതുവരെ കാണാത്ത അള്ളാഹു വാഗ്ദത്തം ചെയ്ത ഒരു കാര്യം അവശേഷിക്കുന്നു. സ്വർഗത്തിലെ ആളുകളൊക്കെ അത്ഭുതപ്പെടും. വമാഹുവ, അള്ളാഹുവേ അതെന്താണ്? അലം തുബയ്യിദു വുജൂഹന വതുസഹ്സിഹ്നാ അനിന്നാർ. ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഞങ്ങളുടെ മുഖങ്ങൾക്ക് നീ പ്രകാശം നൽകി. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ അമലനുസരിച്ചുള്ള വെളിച്ചമുണ്ടാകുമെന്നാണ്. ഇതൊക്കെ നീ നൽകിയില്ലേ റബ്ബേ? അതേപോലെ തന്നെ ഈ സ്വർഗലോകം, ഇതിനേക്കാൾ മഹത്തരമായ വേറെന്താണുള്ളത്? ഇതൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ട് ഇനിയും വേറെയും ഉണ്ടെന്നാണോ പറയുന്നത്? വതുദ്ഖിൽനൽ ജന്ന, ഈ സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിച്ചില്ലേ? ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയുക്ഷഫുൽ ഹിജാബ്, അള്ളാഹുവിൻ്റെ ഹിജാബ് അങ്ങോട്ട് നീങ്ങുമെന്നാണ്. ഒരു ഹിജാബുണ്ട് അള്ളാഹുവിന്, 4 ഹിജാബാണ്. 2 ഇരുട്ടിൻ്റെയും 2 പ്രകാശത്തിൻ്റെയും ഹിജാബാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനുള്ളത്. ആ ഹിജാബ് അള്ളാഹു മാറ്റും. ഫയൻളുറൂന ഇലൈഹി, സ്വർഗാവകാശികൾ അള്ളാഹുവിലേക്ക് നോക്കും. ഫവല്ലാഹി, അള്ളാഹുവാണ്, മാ അഅതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിൻഹു, അതിനേക്കാൾ മുന്തിയ ഒരു നിഅമത്ത് അവർക്ക് വേറെ നൽകപ്പെടുകയില്ല എന്നാണ്. സ്വർഗത്തിൽ അനുഗ്രഹങ്ങളൊക്കെ അവർ മറന്നു പോകുന്നതാണ്. സ്വർഗം എങ്ങനെയുള്ള ലോകമാണ്? അങ്ങനെയുള്ള സ്വർഗത്തിൽ അനുഭവിച്ചതൊക്കെ അള്ളാഹുവിനെ കാണുമ്പോൾ മറന്നു പോകുമാറ് അത്രയും മനോഹരമായ കാഴ്ചയായിരിക്കും ഏറ്റവും ഭംഗിയുള്ളവനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ കാണുന്ന രംഗം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് തെളിവോതി, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സുകൃതം ചെയ്തവർക്ക് അള്ളാഹു അതിന് പ്രതിഫലമായി സ്വർഗം നൽകും. വസിയാദ, സിയാദത്തും ഉണ്ടാകും. ഏതാണ് ആ സിയാദത്ത്? ലിഖാഉല്ലാഹ്, അള്ളാഹുവിനെ കാണുക എന്നതാണ് സിയാദത്തായ ആ ഒരു നന്മ. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാതെ ദുനിയാവ് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, എന്നെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, പൂതിയില്ലാത്ത ആളുകൾ, വറദൂ ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നു ബിഹാ, അവർക്ക് ഈ ഐഹിക ജീവിതം മതി. ഇവിടെയുള്ള തുച്ഛമായ, നിസ്സാരമായ, ക്ഷണികമായ ഈ ദുനിയാവിലെ ഒരു മൂല്യവുമില്ലാത്ത വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയും, വത്മഅന്നു ബിഹാ, ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടു, ഇവിടെയുള്ളതാണ് അവർക്ക് വേണ്ടത്. വല്ലദീനഹും അൻ ആയാത്തിനാ ഗാഫിലൂൻ, നമ്മുടെ ആയാത്തുകളെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. ഉലൈക മഅവാഹുമുൻ നാർ, അവരുടെ വാസസ്ഥലം നരകമായിരിക്കും അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. അതുകൊണ്ട് ഒരു മനുഷ്യനെ തോന്നിവാസിയാക്കി തീർക്കുന്നതും ദുനിയാവിൻ്റെ ആളാക്കി തീർക്കുന്നതും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിലുള്ള വിശ്വാസമില്ലായ്മയാണ്. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആ വ്യക്തി നല്ലവനായിത്തീരും. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ തന്നെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്ന് ശുദ്ധമായ തൗഹീദ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആത്മാർത്ഥമായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, മറിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്ന് മാത്രമല്ല, അമലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് വലാ യുഖ്ബിർ ബിദാലിക അഹദ എന്നാണ്. നീ ഒരു സൽക്കർമ്മം ചെയ്താൽ അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, റിയാ അല്ല, സുമഅത്തല്ല, എനിക്കെൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം മതി, ദുനിയാവിൻ്റെതൊന്നും വേണ്ട, ആളുകളുടെ പ്രശംസയും എനിക്ക് വേണ്ട, റഹ്മാനായ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുക. അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാം. അതുകൊണ്ട് നമ്മുടെ അഖീദ റെഡിയാക്കണം. ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നാം മുക്തരായാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ മുറുകെ പിടിക്കുക. സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും
പരലോകത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. പ്രവാചകന്റെ ചര്യകളെ നമ്മൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാചകവും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, മൻ സറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ ഫലിയുഹാഫിള് അലാ ഹൗലാഇ സ്വലവാതി ഹൈസു യുനാദാ ബിഹിൻ ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദാ വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദാ. നാളെ മുസ്ലിമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ പള്ളിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുമ്പോൾ 5 വക്തും നമസ്കാരം സൂക്ഷ്മതയോടുകൂടി ജമാഅത്തായി നിലനിർത്തി പോരട്ടെ. അങ്ങനെ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി പോരുന്നവർക്ക് മാത്രമാണ് നമസ്കാരം നിലനിർത്താൻ സാധിക്കുന്നതും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടോ പ്രയാസമുണ്ടോ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. 2 കാര്യങ്ങൾ കൊണ്ട്. 1 ബിസ്സബ്ർ, ക്ഷമ കൊണ്ട്. 2 വസ്സലാഹ്, നമസ്കാരം കൊണ്ട്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. 5 വക്ത് കൃത്യമായി നമസ്കരിക്കുക എന്നത് ഒരു ഭാരിച്ച കാര്യമാണ്. ഒരു പർവ്വതം തലയിൽ വെക്കുന്നത് പോലെ തോന്നും. ആർക്ക്? ഭക്തിയില്ലാത്ത ആളുകൾക്ക്, പേടിയില്ലാത്ത ആളുകൾക്ക്, ഈമാനില്ലാത്ത ആളുകൾക്ക് 1 വക്ത് ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പർവ്വതം തലയിലെടുത്ത് വെക്കുന്നത് പോലെയാണ്. എന്നാൽ അതല്ലാത്തവർക്കോ അതൊരു പ്രയാസമേ അല്ല. കാരണം അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ള ആഗ്രഹമാണ് അവരുടെ മനസ്സിൽ. ആ ആഗ്രഹമുള്ള ഒരാൾക്ക് നമസ്കാരം ഉപേക്ഷിക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ തൗഹീദുള്ളവരാകണം, സുന്നത്തിനെ പിൻപറ്റുന്നവരാകണം, കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരും സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്നവരുമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഏറ്റവും മഹനീയമായ സ്വർഗത്തിലെ ഉന്നതമായ ദറജ അള്ളാഹുവിനെ കാണുക എന്നൊരവസ്ഥ അതെനിക്കും നിങ്ങൾക്കും ലഭിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.